കടലിൽ ചെന്നാലും നക്കിയാ കുടിക്കുള്ളൂ. അതേമാതിരി തന്നെ പൂച്ചക്ക് നല്ല കവറിൽ കൊടുത്താലും നിലത്തിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലേ. ഞാൻ ഒന്നുകൂടെ ഇഷ്ടമുണ്ടല്ലേ. അങ്ങനെ പൊടിച്ചെടുത്താ മതി. തേങ്ങ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെ. അപ്പൊ ഇന്ന് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതെ, പൊന്നൂന്റെ സ്കൂളില് 2 ദിവസമായിട്ട് ലൈവ് ഒന്നും ചെയ്യാത്തൊരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മൂഡിൽ ഒന്നിനൊരു മൂടുണ്ടായിരുന്നില്ല. ഭയങ്കര എന്തൊക്കെ ഇപ്പോഴും അത് മാറിയിട്ടില്ല. മനസ്സിന്ന് വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും മനസ്സിന്ന് മാറിയിട്ടില്ല. ഭയങ്കര ഒരു എന്താ പറയാ, ആലോചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മരണം ഉണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് മരിച്ച്. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മരിച്ച്. പെട്ടെന്ന് പറഞ്ഞാല് ഒരിക്കലും അങ്ങനെയല്ല മരണം, പ്രതീക്ഷിക്കാതെ അല്ല മരണം. നമ്മള് അത് വെയിറ്റ് ചെയ്യണം, അത് നമ്മള് കരുതി ഇരിക്കണല്ലോ. പക്ഷെ എന്നാലും നമുക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. അങ്ങനത്തെ ഒരു എന്താ വെച്ചാൽ പ്രായമില്ലാത്ത മനുഷ്യനാണ്. പ്രായം വേണ്ട മനുഷ്യന് മരിക്കാന് വിളിക്കാതെയും ക്ഷണിക്കാതെയും വരുന്ന ഒരേ ഒരു വ്യക്തിയുള്ള മരണമാണ്. ഏതായാലും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഏറ്റവും വിലപ്പെട്ട ആള് പോവാറുമ്പോള് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതിന്റെ ഒരു ഷോക്കിലാണ്. ഇപ്പൊ ഗ്രൂപ്പൊന്നും ഇപ്പൊ ഞങ്ങള് തുറക്കലേ ഇല്ല. ഗ്രൂപ്പൊന്നും വേണ്ട. ഗ്രൂപ്പിൽ ആരും സംസാരിക്കണ പോലും ഇല്ല. എന്താ വെച്ചാൽ ആർക്കും പറ്റണില്ല സംസാരിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ലൈവ് ഒന്നും ഇടാത്ത. അതുകൊണ്ടാട്ടാ ലൈവും വീഡിയോ ഒന്നും ചെയ്യാത്ത. ഒന്നിനൊന്നൊരു മൂടി. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഇടണ്ട വിചാരിച്ചിട്ടാണ് വന്നതാണ്. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല് ഇന്നിപ്പോ സ്കൂളിൽ പൊന്നൂന്റെ ഓണപരിപാടിയാണ് അല്ലേ? എനിക്ക് എന്തൊക്കെയുണ്ട് മത്സരം? 10 ചാട്ടം ചാടാണ്ട്. ബിസ്ക്കറ്റ് സമ്മാനം കിട്ടുവാറുങ്ങള്. പൊന്നും മോൾട്ടൊക്കെ ഒരു സ്കൂളിൽ തന്നെയാണ്. അവിടെ അടിപൊളി പരിപാടി ഉണ്ട്. അതുപോലെ മാളുവിന്റെ കസാലക്കളി. ഉമ്മാരെ കസാലക്കളി ഉണ്ട്. ഉമ്മാരുണ്ടാവും. പക്ഷെ ഞാനൊന്നും താല്പര്യമില്ല. ഞാൻ പോവും ജസ്റ്റ്. എന്താ വെച്ചാല് ഫുഡ് ഇത് ഉണ്ടാക്കാണ്ട്. 4ാം ക്ലാസ്സിന് കിട്ടിയിരിക്കണത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പൊ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണം. അതായിട്ട് പോവും. ഫുഡ് കഴിക്കും പോരും. ഞാൻ പോണേ സദ്യ കഴിക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പമാർക്ക് കുറിയടി. എന്താണ് കുറിയടിയില്ലേ? ഉറിയടി ഉണ്ട്. പിന്നെ ആർക്കും ചെയ്യാം. പക്ഷെ ഞാൻ അതിന് പോക്കില്ല. ഞാൻ അതിന് പങ്കെടുക്കും. ഉറിയടി. പിന്നെ അതേപോലെ എന്താ പറയാ, മുത്തു മുതല് പഠിച്ച സ്കൂളാട്ടാ. നല്ല സ്കൂളാ പാറപ്പുറ സ്കൂള്. എന്താ പറയാ, നല്ല സ്കൂളാ. ഈ വർഷം കഴിയാകുമ്പോ കുട്ടീനെക്കാട്ടി എനിക്കാണ് വേദന. സ്കൂളിൽ പോകുമ്പോള് ആ സ്കൂൾ പറഞ്ഞാൽ നല്ലൊരു ഒത്തൊരുമി നാട്ടുകാരും അല്ലേ? ഒത്തൊരുമ ഉള്ളൊരു സ്കൂളാണ്. പാറപ്പുറം GMLP നല്ല സ്കൂൾ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ. എല്ലാവരും നമ്മുടെ മുന്നിൽ MLA രണ്ടത്തനത്രമൊക്കെ പഠിച്ച സ്കൂളാണ്. അപ്പൊ ഭയങ്കര താനൂർ മുൻ MLA. നമ്മുടെ നാട്ടുകാരും അയൽവാസികളും എല്ലാവരും കൂടി ചേർന്ന പരിപാടി. എല്ലാവരും നല്ല സഹകരണമാണ്. ടീച്ചർമാരും ഒക്കെ. അപ്പൊ അങ്ങനെ സ്കൂൾക്കുള്ള ഇന്ന് പൈനാപ്പിൾ. കഴിഞ്ഞ വർഷം എനിക്ക് ഇതായിരുന്നു 4ാം ക്ലാസ്സിന് ബീട്രൂട്ട് പച്ചടി മാത്രം കിട്ടുന്നുള്ളൂ തോന്നുന്നു. മോൾട്ടിക്ക് പുളിഞ്ചിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പൊ ഓണത്തിന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകില്ല. എല്ലാരും കൂടി സഹകരിച്ചാലപ്പോ എല്ലാം കൂടി ഇപ്പൊ സ്കൂളിൽ ഉണ്ടാക്കാൻ കഴിയൂലല്ലോ. പൊന്നു ആലോചിക്കണ എന്താ നിങ്ങള്, ഈ പച്ചടി ഉള്ള നേരം കൊണ്ട് വല്ല ചിക്കൻ ബിരിയാണി ആയിക്കൂടെ? പച്ചടി പൊന്നു തിന്നൂല. ചിക്കൻ ഫ്രൈയോ മന്തിയോ അങ്ങനെ ഓൻ പറയണ എല്ലാം പുരോഗമിച്ച് ഈ ഓണം എന്താ പുരോഗമിക്കാത്ത? ചിക്കൻ ബിരിയാണി ഇതൊന്നും ഇല്ലാത്ത എന്താ മുന്നോ? അപ്പൊ ഇൻഷാ അല്ലാ അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം. വരി. അപ്പൊ പച്ചടി ഉണ്ടാക്കാൻ വീട്ടിലേക്ക് സ്വാഗതം. പച്ചടി ആരും മൈക്കൊക്കെ ഉണ്ടാക്കുകയാണ്. എനിക്ക് അറിയൊന്നുമില്ല. ഈ അറിയുന്ന ആൾക്കാരെല്ലാം അറിയില്ല എന്നാ പറയുള്ളൂ. അല്ല, ഞാൻ ഉണ്ടാക്കും. ഇവിടെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി തന്നെയാണ്. പിന്നെ ഈ അറിയാത്തവര് പറയും എനിക്കെല്ലാം അറിയാന്ന്. അല്ല പൊന്നു അങ്ങനല്ലേ? പൊന്നു പറയും എല്ലാം എനിക്കറിയാന്നല്ലേ? ചോറും ചായന്റെ അല്ല, ഓരോ വിഷയങ്ങള്. ചോറ് എങ്ങനെ ഉണ്ടാക്കല്? ചോറോ? ഫസ്റ്റ് എന്താണ് അരി എടുക്കുക. എന്നിട്ട് എന്താണ് മറ്റേ കുടം അരി എടുത്തുകൊണ്ട് കുടത്തിലിടുക. കുടല്ല, മറ്റേ അതിന്റെ പേരെന്താ? ചെമ്പട്ടി ഇടുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുക. അല്ല,
ചൂടാക്കുമ്പോ അരി വലുതാവും അപ്പൊ കൊറേ അരി ഇട്ടു. അപ്പൊ കൊറേ അരി ഇട്ടും. അപ്പൊ ചോറായില്ലേ? ഞാൻ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിക്കണ്. ഉണ്ടാക്കിക്കണാ? ആ സ്റ്റീൽ ചെമ്പട്ടിയിൽ കുറച്ച് അരി ഇട്ടുകാണ്ട് ഗ്യാസ് വെച്ച് തിളപ്പിച്ചുകൊണ്ട് ചോറാക്കിക്കണം. എനിക്ക് ചോറ് തന്നെ കൊണ്ടു തന്നിക്കണോ? എനിക്കും കൊണ്ടുവന്നേ. ഞാൻ ചോറുണ്ടാക്കി ചിക്കൻ കറി ഇട്ട് തന്നീലേ. ആ അങ്ങനെ കുറവ് പണി ചെയ്യുവാനേ. അപ്പൊ ഓണം പിന്നെ അന്ന് ഞാൻ ചീത്ത അറിഞ്ഞതിന് ശേഷം പിന്നെ പോയിട്ടില്ല ഗ്യാസമ്മക്ക്. ഞാൻ പോയിക്കണേ. ആ അപ്പൊ എന്തായാലും അപ്പൊ എല്ലാവർക്കും വീഡിയോ സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ സംഭവം? അപ്പൊ ആദ്യമായിട്ടാണ് വെള്ളക്കാരുടെ നല്ല കുറുവയിലിട്ട്. നിങ്ങൾക്ക് ആരെയും കിട്ടിയെന്ന് കമന്റ് ഇട്ടിട്ടാ. ഇതുണ്ടെങ്കില് നല്ല അടിപൊളി കുറുവ. മണക്കിന് രസം പിടിയിൽ അതിലല്ലട്ടാ. നല്ല അടിപൊളി, നല്ല അടിപൊളി കുറുവ. അടിയില് നല്ല കുറുവ, നല്ല കുറുവ. ആദ്യമായിട്ടാണ് ഇത്രയും കാലം വെള്ളക്കാരുടെ ഇങ്ങനത്തെ അരി കിട്ടിയില്ല. അത് കൂടെ മുന്നോ അരി കളിക്കരുത്. നല്ല കുറുവ. മറ്റേ സ്പെഷ്യൽ ആയിട്ടുണ്ട്, മറ്റേ അരിയുടെ തന്നെ. ഇത് സന്തോഷം. അപ്പൊ ഏത് സർക്കാരായാലും ഏത് ഭരണകൂടായാലും നല്ല ചെയ്താൽ നല്ല ചെയ്ത് നല്ലത് പറഞ്ഞു. നമുക്ക് എല്ലാവരും തന്നെയാണ്. അപ്പൊ ആര് ചെയ്താലും നല്ല ഉപകാരമായി. അതും നല്ല വെള്ളക്കാടായ 10 കിലോനെ ആട്ടയുണ്ട്. ആട്ട വാങ്ങിയിട്ടില്ല. വാങ്ങിയില്ല. ഇനിയും ചെന്നാ കിട്ടും. ആട്ടപ്പൊടി നാളത്തെ ഇപ്പൊ കാർഡിന്റെ സ്പെഷ്യല് വേറെ ഉണ്ട്. 4 ആട്ടപ്പൊടി ഇട്ടും തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ വാങ്ങിയാൽ മതി. ഇനിയും പോണ്ടേ? അത് നമ്മളെ വൈക്കലല്ലേ, ഇനിയും വാങ്ങാനോ. ആരെങ്കിലും ഇങ്ങനെ കിട്ടിയോളൂ കമന്റ് വേണ്ടിട്ടാ. എല്ലാവർക്കും കിട്ടിക്കണേ. എല്ലാവരും എന്താ എല്ലാവർക്കും ഈ വർഷം എന്താണ് ഓണത്തിന് സ്പെഷ്യലായിട്ട് 10 കിലോ ഉണ്ട്. അതുകൊണ്ട് നല്ല സന്തോഷമായി. അപ്പൊ അംഗം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ വലിയ പൈനാപ്പിള് വാങ്ങിയിട്ടാ. ഇത് കുറച്ച് തിന്നാനും വേണ്ടി വാങ്ങിച്ചാണ്. ഇതാണ് നമുക്ക് കറി ഉണ്ടാക്കാനും വേണ്ടിട്ടുള്ളത് കേട്ടാ. പച്ചടി ഉണ്ടാക്കാൻ കുറച്ച് മതി. കുറച്ച് ആൾക്കാർ ഇനിയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് അധികം ഒഴിക്കണ സാധനമല്ലോ. മെയിൻ സാമ്പാറല്ലേ, സൈഡല്ലേ. അപ്പൊ ഇത് കുറച്ച് ശേഷം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിക്കിട്ടുണ്ട്. പിന്നെ കുക്കറിലാണ് ചെയ്യണല്ലേ? കുക്കറിലാണ്. ആ മീൻകറി വെച്ചണ മടിയോണ്ട് കുക്കറിട്ട് കുക്കറിലാണ്. അപ്പൊ പച്ചമുളക് ഞാൻ ഇത് വാങ്ങിയത് മീഷോന്നാണ്. കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. നല്ല സുഖമാണ്. ഫ്രിഡ്ജില് ആവശ്യമുള്ള സാധനമൊക്കെ വെക്കാനില്ലേ? ഒരു എന്താ പറയാ സ്പേസ് ഉണ്ടാവും. ഒരു 2-3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പ്, കല്ലുപ്പാണ് നമ്മൾ ഇവിടെ ഇടണേ. കല്ലുപ്പാടുണ്ടായി പോയിട്ട് കുറച്ച് വെള്ളം വെച്ചാണ് വേവിക്കുക. കുക്കർ വിസിലിട്ടാണ് വേവിക്കല്ലേട്ടാ. സാധാ പാത്രത്തിൽ വേവട്ടെ. അപ്പൊ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചോറ് ഇവിടെ തീമട്ടല്ലേ? ചോറ് തീമിട്ട് പോവാഞ്ഞാലേ ഈ ബാവ ചോറിന് വരുന്ന ഉറപ്പില്ല. നിങ്ങൾ വരുമോ? സദ്യ കഴിക്കാൻ വരുമോ? നോക്കട്ടെ. പിന്നെ മുത്തു ഇവിടെ ഉണ്ട്. കുട്ടിമോ സ്കൂളിൽ പോവും, പൊന്നും ഞാനും പോവും. അപ്പൊ പിന്നെ മുത്തുവിന് അഥവാ വന്നില്ലെങ്കിൽ ചോറ് വേണ്ടേ? മുത്തുവാണ് ചോറിനാൻ വരുമോ? ഇല്ല, ഓന്റെ കമ്പനി ആരെയും വേണം. നല്ല ഓൻ വരും. സൽമാനോ? പക്ഷെ ഒരു വരുമോന്നാവും. വന്നാ പോലെ സ്കൂളല്ലേ, ഭക്ഷണം കഴിച്ച് പോരാ. പക്ഷെ പോരൂല. അപ്പൊ പിന്നെ ഓനക്ക് ചോറാണല്ലോ. വൈകുന്നേരത്തിന് ചോറാണ്. ഇപ്പൊ അവിടെ നിന്ന് ആ വെയിലും കൊണ്ട് വന്നുകാണ്ട് പിന്നെ ചോറുണ്ടാക്കണ്ടേ. ഇപ്പൊ വെള്ളിയാഴ്ചയാണല്ലോ. അഥവാ വന്നില്ലെങ്കിലും വെച്ചിട്ടല്ലേ? അഥവാ ഉള്ളവർക്ക് ചോറ് നനച്ചിട്ട് ചോറും കറി പിന്നെ ഇതും ആക്കണ്ട്. വേറെ കറി, പഴയ കറി ഉണ്ട്. മീനൊക്കെ പൊരിച്ചാണ്ട് ഇപ്പൊ ഉണ്ടാക്കിച്ചാണ്ട് പോയാല് നല്ല സുഖമല്ലേ. ഇപ്പൊ 8:30 അല്ലേ? എത്രയായി? 8:30 8:45. 10 മണിയാകുമ്പോ പോണം. അപ്പൊ ഏതായാലും അത് വേവട്ടല്ലേ? ഈ തേങ്ങയെ ഇതിന്റെ പകുതി മുറിച്ച് ചെയ്യുന്നിട്ടാ. ഇത് ഫുള്ള് ഇപ്പൊ തിന്നു കഴിഞ്ഞാൽ ആർക്കാളതാണ്. കുറച്ചീച്ച ഇപ്പൊ ഏതായാലും തന്നെ മുഴുവനായി. മെയിനായിട്ട് തിന്ന് മാളവനാട്ടാ. പൊന്നു അതേ എടുത്തിട്ടില്ല അല്ലേ? ഇത് കുറച്ചും കൂടി അകത്താണ്ട്. ഇത് കേടാണോ പൊളിച്ചതാണ്. നമ്മളെ തെങ്ങുമ്പോ തേങ്ങ ഉണ്ട്, പക്ഷെ ഇടാൻ കിട്ടണ ഞാൻ മേലെയാണ്. അതിലൊരാൾ കമന്റ് ഇട്ടിരുന്നു തെങ്ങുമ്പോ ചേരുമെന്ന്. മെഷീൻ ഉണ്ടെങ്കിൽ തെങ്ങുമ്പോ കയറും ചെയ്യും. ആ മെഷീൻ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ കയറും. മെഷീൻ ഉണ്ടെങ്കിലാ അതിന് കയറിയാണ് തേങ്ങാടപ്പത്ര പണിയൊന്നുമില്ല. മറ്റേ തീയന്മാരുണ്ടെങ്കിൽ തളപ്പിട്ടിട്ടാണ് അറിയില്ല. ഓളെ ഞങ്ങൾ ഇട്ടിട്ട തോട്ടി ഇട്ടിക്കാണ്ട് ഇനിയിപ്പൊ തോട്ടി എത്തണ അങ്ങനെ പോവണത് നല്ല പോയി. നമ്മളെ കയ്യിൽ നിന്ന് പോയി തെങ്ങ്. ഇനി ഇട്ടൂല. ഇങ്ങനെ ആയാലേ ചേട്ടന്റെ പണിയില്ല.
അങ്ങനെ ചെത്തിയാട്ടല്ലേ പൊടിച്ചെടുത്താ മതി. അപ്പൊ തേങ്ങൻ്റെ ഇനി അധികം രണ്ടാവശ്യമില്ലല്ലേ? അല്ല, തേങ്ങ ചെരണ്ടി വാങ്ങിക്കായില്ലേ പൊടിച്ചെടുത്താല്. ഞാൻ അടക്കള്ള ഇതൊക്കെ ജീരകട്ട് ഇതൊരു ലേശം കടുകിടണം. അരക്കണിക്കല്ലേ? പച്ചടിയല്ലേ? അപ്പൊ അരക്കിലോ തലക്കെന്ന് പറഞ്ഞുതരോ? ഞങ്ങക്ക് അറിയാനേ. നിങ്ങൾക്കാണ് അത് എനിക്കല്ല എല്ലാവർക്കും അറിയാനേ. പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തോലും ആരും ഉണ്ടാവില്ല. എനിക്കറിയില്ല. യൂട്യൂബ് ഉണ്ട് തുറന്ന പച്ചടിയോ. യൂട്യൂബ് പറഞ്ഞാൽ പറ്റും. അപ്പൊ ഇതിലുള്ളത് ഞാൻ ഉണ്ടാക്കിയ കഴിഞ്ഞു. നമ്മള് ഒരു ദിവസം സദ്യ ഉണ്ടാക്കിയെന്ന് ഞാൻ ഉണ്ടാക്കിയില്ല. കഴിഞ്ഞപ്പോ പച്ചടി തേങ്ങ ചെറിയ ജീരകം കടുക് പിന്നെ അത് അളവൊക്കെ നിങ്ങളനുസരിച്ചിട്ട് ഓടിട്ടാ. എന്നിട്ടാണ്ട് അരക്കുക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓ മീൻ തിന്നാൻ വന്നാണ്. പൂച്ചനോട് അറിയും കവർക്ക് മീൻ ഇട്ട് കൊടുത്താലേ കാണണ്ട, കവർക്ക് മീൻ ഇട്ട് കൊടുത്താ പറയും ഈ കവറിന്ന് മാറ്റരുതിട്ട് നിലത്ത് ചളിയ വിട്ടാണ്. പൂച്ച എന്ത് ചെയ്യും? ആ കവറിന്ന് എടുത്ത് നിലത്തിട്ട് പറഞ്ഞാലും ആൾക്കാര് പറയല്ലോ നായി നടക്കേണ്ട കടലിൽ ചെന്നാലും നക്കിയാ കുടിക്കുള്ളൂ. അതേമാതിരി തന്നെ പൂച്ചക്ക് നല്ല കവറിൽ കൊടുത്താലും നിലത്തിട്ട് തിന്നുള്ളൂ. അടച്ചോനെ ഞങ്ങള് ഞെട്ടിച്ചുകൊണ്ട് മോന് പ്രതീക്ഷിക്കാതെത്തിയല്ലോ. ഞാൻ നന്നായിട്ടുണ്ട് ചെയ്തത്. ഏതായാലും അല്ല ആൾ തിരിച്ചു കൊണ്ടുവരുമോ? നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലേ? ഞാൻ ഒന്നുകൂടെ നിൽക്കാൻ വരും അല്ലേ? നല്ല ടൈറ്റ് ഉണ്ടാവും അത്. നമുക്ക് അതിൽ വെക്കുമ്പോൾ കിട്ടാം. അപ്പോൾ തിളക്കട്ടെ, എന്നിട്ട് തൈര് വെച്ചെടുക്കാം. ഞാൻ തിളക്കല്ലേ? ഇതിപ്പോ ഇന്നെക്കാട്ടിങ്ങൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കണത് കാണിച്ചു തന്നാണ്. എനിക്കറിയില്ലല്ലോ അല്ലേ? അറിയാത്തവരുണ്ടാവും. എന്നൊക്കെ ഫുള്ളി ഓർഡർ ചെയ്യുന്ന ആൾക്കാരും. തേങ്ങ തളച്ച് അതിനൊരു കമന്റ് വരാണ്ട് കേട്ടാ. അത് കടിച്ചു പൊട്ടിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് നോട്ട് അലൗഡ്. അയാൾ മലയാളി ആയാലും ആരോഗ്യത്തിന് ഹാനികരാണ്. ഓക്കെ, ചൂടാൻ പാടുള്ളൂ അല്ലേ? തൈര് തിളക്കാൻ പാടില്ലല്ലോ. ശരിക്ക് ജസ്റ്റ് ഒന്ന് ചൂടാൻ മതി. തിളച്ചാ പൊട്ടും, കേടുവരും. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇനി ഒന്ന് മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞക്ക് എടുക്കട്ടാ. പക്ഷെ വെള്ളയാണ് ഇതിന്റെ കളറ്. സൂപ്പറായില്ലേ? അവിടെ വേറെ കുട്ടികൾ കൊണ്ടുവരില്ല. ചിലപ്പോ മഞ്ഞ പറയാൻ പറ്റൂല. ചിലര് മഞ്ഞടും, മഞ്ഞപ്പൊടി ഇടും. തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ തിളക്കാൻ ഓഫ് ആക്കുക. ഇതിന് നല്ല അറിയാം ഉണ്ടാക്കാന്. ഈ പച്ചടി ആദ്യം കാണിച്ചെന്നാണ് ഭാവേനെ. ഫസ്റ്റ് ഗൾഫിൽ നിന്ന് നിന്നാണ്ട് പച്ചടി ഉണ്ടാക്കി. എന്തായിട്ട് മത്തനായിട്ട് അല്ലേ? മത്തനായിട്ട് എനിക്ക് ഗൾഫിൽ നിന്ന് ഇതേപോലെ ഒരു എന്താ പറയാ മലയാളികളെ ഒരു കിച്ചണിൽ പണി കിട്ടി. എനിക്കും അറിയില്ലെന്ന് എങ്ങനെയൊക്കെയാണ് പഠിച്ച്. നിങ്ങളെ കൂടെ ഉള്ളവരൊക്കെ മലയാളികളല്ലേ? ചന്ദ്രബാബു റെഡിയല്ലേ? നമുക്ക് തോന്നിക്കാം. അപ്പം മോൾട്ടി ഒരു കയ്യിൽ ഇതാ പൂക്കളൊക്കെ ആയിട്ട് ഓണത്തിന് പോകും. ഞങ്ങൾ ബാക്കിൽ ഒരു സാധനം കൊണ്ടുവരേണ്ട ആളുള്ളതാണ്. അപ്പോൾ കുഞ്ഞിപ്പി മോൾട്ടിയും പോവാണ്. മോൾട്ടിയാ ഹാപ്പി ഓണം. നമുക്ക് കടുകിടാം. കടുകിട്ടില്ലേ? ഇതിനെന്തൊക്കെയാ ഐറ്റംസ്? ഇത് ചെറിയ ഉള്ളി, കറിവേപ്പില, ചുവന്നമുളക്. ചെറിയ ഉള്ളി,
വെക്കാം. പച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും ചൂടായിട്ട് നമുക്ക് ഒരു പാത്രത്തിലാക്കി പോവാം. സ്കൂളിൽ പോവാ ഈ പുളിന് ചട്ടി മറ്റേ കുടിക്കാൻ തോന്നും. ആ അമ്മ അവിടെ ഉണ്ടിട്ടാ. അമ്മ പൈനാപ്പിൾ എന്താണ് അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അല്ലേ അമ്മ അല്ലേ? ആ കൂനുന്നുണ്ട ആ ഒരു കഷ്ണം കൂടി തിന്നാളേ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോകണേ. നാളെ അത് അടിപൊളി ഓണപ്പരിപാടിൻ്റെ വീഡിയോ വരും. സ്കൂൾക്ക് പോകാൻ നേരെ 9:30 10 മുന്നേ പോട്ടെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് ഒന്നുമില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ.